എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടെമ്പററി പെർമനൻറ്റ് അഡ്മിഷനുകൾ നാളെ അവസാനിക്കുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയവർക്ക് ടെമ്പററി അഡ്മിഷനും നേടാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഒന്നുകിൽ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതും അല്ല. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിലവിൽ കിട്ടിയ സീറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് സ്പോട്ട് അഡ്മിഷൻ വരുന്ന സമയത്ത് അതിൽ പങ്കെടുത്ത് മറ്റ് കോളേജുകളിലേക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കണം, അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോവുക, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവിടെ കൊടുക്കുക, അത് വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് തിരിച്ച് തരും. അപ്പോൾ അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയതായിട്ട് അവിടെ രേഖപ്പെടുത്തും. ഇത്ര മാത്രമാണ് ടെമ്പററി അഡ്മിഷൻ ആയിട്ടുള്ളത്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവിടെ വാങ്ങിച്ചു വെക്കുന്നതല്ല, അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ മതി എന്നുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നവർക്ക് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നൽകിയ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി റീ അറേഞ്ച് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു പോളി വെബ്സൈറ്റിൽ തന്നെ, അത് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന പേജിൽ തന്നെ പാർഷ്യൽ ക്യാൻസലേഷൻ ഓർ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ഓക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ ആ ഒരു വേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എങ്ങനെയാണ് നിങ്ങളെ പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതായിട്ട് വരിക. ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെയാണ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ വേറെ ഓപ്ഷൻ ഇനി വേണ്ട എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ, അതായത് കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിലവിലെ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ്, അതായത് അവിടെ തന്നെ ആവശ്യമെങ്കിൽ നിലനിർത്താവുന്നതും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരു വേണ്ടാത്ത ആ ഒരു പാർഷ്യൽ ഓപ്ഷൻ ക്യാൻസലേഷൻ റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണ്ടാത്ത ഓപ്ഷൻസിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ റിമൂവ് ഒന്നും ചെയ്യുന്നില്ല, ഹയർ ഓപ്ഷൻസിനെ അതേപോലെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ, നിലവിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടിയതെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കുകയും നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിലവിൽ കിട്ടിയ സീറ്റ് പോവുകയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു കോളേജ് ഏതാണോ ആ ഒരു കോളേജിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം പിന്നീട് വേറൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ ടെമ്പററി അഡ്മിഷൻ നേടിയ ആ ഒരു കോളേജിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ആയിരുന്നാലും ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരുന്നാലും നിങ്ങൾ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനോ അതല്ല ആവശ്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതായിട്ട് വരിക. ഇനി വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ഈ ഒരു ജൂലൈ 5-ാം തീയതിയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നാളെ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. കാരണം ജൂൺ 30-ാം തീയതിയാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനുള്ള, അതായത് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.